തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധത്തിലാക്കാൻ നീക്കവുമായി പ്രതിപക്ഷം പാർലമെന്റിൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യണമെന്നാണ് ആവശ്യം. ബാനറുകൾ ഉയർത്തി പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ചേംബറിലേക്ക് കടന്നുകയറി. പൊതുമുതൽ നശിപ്പിച്ചാൽ നിയമ നടപടിയെന്ന് പ്രതിപക്ഷത്തിന് സ്പീക്കർ താക്കീത് നൽകുകയും ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവെക്കുകയും ചെയ്തു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എന്തായാലും പ്രതിപക്ഷത്തിന് ഇന്ന് സ്പീക്കർ താക്കീത് നൽകുന്ന സാഹചര്യം വരെ എത്തി കാര്യങ്ങൾ. രാഖി, ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര ബീഹാറിൽ നടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ മാധ്യമ ശ്രദ്ധയിലേക്കും ജനങ്ങളുടെ ശ്രദ്ധയിലേക്കും ആ യാത്ര എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നാടകമാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും പാർലമെന്റിൽ നടന്നത് എന്ന് പറയാം. കാരണം കുറച്ചധികം ദിവസങ്ങളായി ഈ വോട്ട് മോഷണം എന്നുള്ള ആരോപണവുമായി രാഹുൽ ഗാന്ധി കളത്തിലുണ്ട്. ആ വോട്ട് മോഷണം നടക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ചെയ്യേണ്ടത് ഇരട്ട വോട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കള്ളവോട്ടുണ്ടെങ്കിൽ വോട്ട് മോഷണമുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ചെയ്യേണ്ടത് ഈ പരിഷ്കരണ നടപടികളാണ്. അങ്ങനെയെങ്കിൽ ബീഹാറിലെ പരിഷ്കരണ നടപടികളെ ാണ് രാഹുൽ ഗാന്ധി ചെയ്യേണ്ടതും. പക്ഷേ പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ ചെയ്യുന്നത് ഒരേ സമയം വോട്ടുമോഷണം ആരോപിക്കുകയും എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പരിഷ്കരണ നടപടികളെ തള്ളിപ്പറയുകയും ചെയ്യും. നടത്തിയിട്ടുള്ളത് എന്തായാലും പ്രതിപക്ഷം ഇന്ന് ഒരല്പം ആക്രമണോത്സുകത കാണിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. സ്പീക്കറുടെ ചേംബറിലേക്ക് കടന്നു കയറി, മാത്രമല്ല കസേരയിൽ പിടിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ സ്പീക്കർ പറഞ്ഞത് പൊതുമുതൽ നശിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന താക്കീതും നൽകി. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യണം എന്ന ആവശ്യം കൂടി ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷം. നേരത്തെ ഉപരാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ച ആളുകളാണ് പ്രതിപക്ഷം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ അവരുടെ തന്ത്രങ്ങൾ എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള കരുത്ത് പ്രതിപക്ഷത്തിന് ഇന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അവർ ഈ ഉന്നയിക്കുന്നതെല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ സാധാരണക്കാരായ വോട്ടർമാർക്കിടയെ കണ്ണിൽ പൊടിയിടുക എന്ന ലക്ഷ്യത്തോടെയാണ്, ഈ വിഷയം സജീവമാക്കി നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന്റെ ഗുണം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നുള്ളത് വ്യക്തമാകുന്നു. എന്തായാലും നിലവിലിപ്പോൾ ഒരു വശത്ത് യാത്ര, ഒരു വശത്ത് പാർലമെന്റിൽ വലിയ പ്രക്ഷോഭം.